ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു മ്യൂസിക് നമുക്ക് തന്നു എന്നുള്ളതാണ് മലയാളികളെല്ലാവരും ആഹ്ലാദിക്കേണ്ടതിനേക്കാൾ കൂടുതൽ അദ്ദേഹം തന്ന കോൺട്രിബ്യൂഷൻ വളരെ അറിയപ്പെടുന്ന ഒരു കോൺട്രിബ്യൂഷനാണ്. അപ്പം സിനിമ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, അദ്ദേഹം അധികം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും തന്നെ ചെയ്തിട്ടുമില്ല. പക്ഷേ സിനിമ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയുടെ ഒരുപക്ഷെ ഒരുപാട് മലയാള അല്ലെങ്കിൽ സിനിമകൾ ചെയ്തിട്ടുള്ള വ്യക്തികളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംസ്കാരം എന്നാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയുടെ അറിവിൽ കൂടിയാണ് അദ്ദേഹം അത് തന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നമുക്കറിയാം, തബലയാണ്. അതിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ അച്ഛനും അദ്ദേഹത്തിൻ്റെ മക്കളും ഒക്കെ തന്നെ തബലിസ്റ്റായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും വാനപ്രസ്ഥത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ അദ്ദേഹം തയ്യാറായത് മലയാളികളെല്ലാം കടപ്പെട്ടവരാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തേക്കാൾ കൂടുതൽ അദ്ദേഹം തന്ന അർത്ഥങ്ങളാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അത് ഒരുപക്ഷെ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ അത് പ്രദർശിപ്പിക്കാൻ സന്ദർഭം കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഒരു പടം ചെയ്യാനുള്ള ഒരു സന്ദർഭമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുകയായിരുന്നു. അത് ടി പത്മനാഭൻ്റെ കടൽ എന്നുള്ള നിലയ്ക്കും തിരുവനന്തപുരത്ത് അദ്ദേഹം വരികയുണ്ടായി ഷൂട്ടിങ്ങിൻ്റെ സമയത്ത്. അതിനുശേഷം മദ്രാസിൽ വെച്ച് ബേസിക് ഫോമുകളെല്ലാം റെക്കോർഡ് ചെയ്ത് പാരീസിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഫൈനൽ ട്രാക്ക് നമ്മൾ കമ്പോസ് ചെയ്യുന്നത്. അന്നും അദ്ദേഹം ഉണ്ടായിരുന്നു. ക്യാനിൽ പടം കാണുമ്പോഴും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഒരു പ്രൈവറ്റ് കോൺസെർട്ട് വാനപ്രസ്ഥത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തുകയുണ്ടായി. മാക്ലീൻ എന്ന് പറയുന്ന ഒരു വളരെ അറിയപ്പെടുന്ന ഒരു കമ്പോസർ ആയിട്ട് ചേർന്ന്, അതായത് അദ്ദേഹം ഒരു ഗിറ്റാറിസ്റ്റാണ്. ആ ഗിറ്റാറിസ്റ്റിന് ആയിട്ട് ചേർന്നിട്ട് അവിടുത്തെ ഡെലിഗേറ്റ്സും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഫ്രഞ്ച് ക്രിറ്റിക്സിനുകൾക്കും പത്രക്കാർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു പ്രൈവറ്റ് കോൺസെർട്ട് നടത്തുകയുണ്ടായി. അതിലും അദ്ദേഹം സഹകരിക്കുകയുണ്ടായി. അവർക്ക് പോസ്റ്റിൽ ഇഷ്ടംപോലെ ചെയ്തോട്ടെ, പക്ഷേ ഞാൻ സത്യം അറിയാനാണ് കോടതിയിൽ പോയേക്കുന്നത്. പ്രവർത്തകനായതുകൊണ്ട് ആരെയും ഹരാസ് ചെയ്യാമെന്ന് തോന്നൽ താങ്കൾക്കുണ്ട് എന്ന് വലിയൊരു ആരോപണം അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. 1.5 കോടി രൂപ ചിലവാക്കിയിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തേക്കുന്നത്. അത് ആ സ്ഥാപനത്തിന് ടാർണിഷ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്നുള്ള വ്യക്തിയല്ല, ഈ സ്ഥാപനമാണ് ഇമ്പോർട്ടൻ്റ് എനിക്ക്. അപ്പോൾ ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കും ഞാൻ.